ചാലക്കുടി ബ്യൂട്ടി പാർലർ കേസിൽ പ്രതിയായ നാരായണദാസിനെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത്. ഷീല സണ്ണി എന്ന ലേഡി ചാലക്കുടിയിലെ ഒരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നു. ആ ബ്യൂട്ടി പാർലറിൽ അവർ ഒരുവിധം നന്നായിട്ട് അവരെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ ബ്യൂട്ടി പാർലറിൽ അവർ നിത്യം വരുന്ന അവരുടെ 2 വീലറിൽ അതിൻ്റെ സൈഡ് ആ പോക്കറ്റിനകത്ത് LSD സ്റ്റാമ്പുണ്ട് എന്നൊരു വ്യാജ വാർത്ത അത് അവിടുത്തെ എക്സൈസിന് നാരായണദാസ് കൊടുത്തു. അതനുസരിച്ച് എക്സൈസ് അവിടെ വന്നു. LSD സ്റ്റാമ്പുണ്ടായിരുന്നു അവരുടെ ഓഫീസിനകത്തുമുണ്ട്, അതുപോലെ തന്നെ അവരുടെ 2 വീലറിനകത്തുമുണ്ട്. അത് കണ്ടെടുത്ത് എക്സൈസ് ഇൻസ്പെക്ടർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്തു. 72 ദിവസം അവർ റിമാൻഡിൽ കിടന്നു. അതിനുശേഷം ഈ കേസിൻ്റെ അന്വേഷണം സമയത്ത് അവർ നിരപരാധിയാണ് എന്ന് പല സന്ദർഭത്തിലും എക്സൈസ് ഇൻസ്പെക്ടർ എടുത്ത് പറഞ്ഞു. തനിക്ക് കച്ചവടമില്ല, തനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല ഈ സാധനം. എങ്കിലും LSD സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താണെന്ന്. അതൊന്നും അവിടെ വിശ്വസിച്ചില്ല. ഏതായാലും അവർക്ക് കിട്ടിയ സോഴ്സ്, അങ്ങനെ ആ ഒരു സോഴ്സ് ഇൻഫർമേഷനാണ് അത്. അയാളുടെ ഫോൺ നമ്പറുണ്ട്. അയാൾ നാരായണദാസ് എന്ന ഒരാളാണ്, തൃപ്പൂണിത്തറക്കാരനാണ്. എന്തായാലും പെട്ടുപോയി. അവർ പറഞ്ഞത് ആർക്കും വിശ്വാസമായില്ല. അവരുടെ മകനും മകൻ്റെ ഭാര്യയ്ക്കും ഒന്നും വിശ്വാസമായില്ല. എല്ലാവരും ആ പാവം സ്ത്രീയെ അവിശ്വസിച്ചു. അവർ 72 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ജാമ്യം ലഭിക്കുന്നത് അവരുടെ ഒരു മകളുടെ ഭർത്താവ്, മരുമകനും മകളും ഇവർക്ക് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സമീപിച്ചപ്പോഴാണ് LSD സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയുന്ന സാധനം അത് ലഹരി വസ്തു ഉള്ളതാണോ എന്നുള്ള റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ഹാജരാക്കിയപ്പം ആ LSD സ്റ്റാമ്പ് പേപ്പറിൽ ലഹരിയില്ല, അതൊരു ഫ്രോഡ് വേല കാണിച്ചതാണ് എന്ന് കോടതിക്ക് മനസ്സിലായി. പക്ഷേ ഈ റിപ്പോർട്ട് എക്സൈസിന് കൈ വന്നിട്ട് ഒന്നൊന്നര മാസമായി. ആ എക്സൈസ് ഇൻസ്പെക്ടർ ആ റിപ്പോർട്ട് നോക്കി ഇത് വ്യാജ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് LSD സ്റ്റാമ്പ് പേപ്പറിലാണ് ലഹരി സാധനം ഒന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് പറ്റിയ മണ്ടത്തരമാണ് എങ്കിൽ തന്നെയും അയാൾ അപ്പോൾ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവരെ റിമാൻഡിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ടതായിരുന്നു. ആ റിപ്പോർട്ട് കിട്ടിയിട്ടും കുറേ 10-30 ദിവസത്തോളം ഇവർ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ആയാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവും സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതനുസരിച്ച് നീങ്ങുക. അത് ആ സത്യത്തിന് വിരുദ്ധമായി ചെയ്ത പ്രവൃത്തിയിൽ പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലർക്കും മാനഭംഗം ഉണ്ടായിട്ടുണ്ടാവും, നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും, അവരുടെ ജീവിതം തന്നെ മാറിമറിച്ചിട്ടുണ്ടാവും. അവരോടൊക്കെ ക്ഷമ പറയാനേ നിവൃത്തിയുള്ളൂ. തനിക്ക് പറ്റിപ്പോയ പക്ഷേ അവരെ ഒരു ദിവസം മുമ്പേ സബ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആ ഇൻസ്പെക്ടർക്കുണ്ടായിരുന്നു. അതും അയാൾ ചെയ്തില്ല. അയാൾ എന്തുകൊണ്ടാണ് പിന്നെ അത് മൂടി വെച്ചത്? 1 മാസത്തോളം. ഹൈക്കോടതി വന്നു കഴിഞ്ഞപ്പം തന്നെ കാര്യങ്ങൾ അത്ര പന്തിയിലല്ല നീങ്ങുന്നതെന്ന് മനസ്സിലായി. കാരണം ആ വ്യാജ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടി വന്നു. അതിനകത്ത് ലഹരിയുടെ ഒരു സാന്നിധ്യവും ഇല്ലാത്ത സ്റ്റാമ്പ് പേപ്പർ. കോടതി ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. അവർ 72ാം ദിവസം സബ് ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു. അതിനുശേഷം ജീവിതം അവർക്ക് വഴിമുട്ടി. കാരണം വരുമാനമില്ല, അവരുടെ പ്രസ്ഥാനങ്ങൾ നശിച്ചു, അത് വാടകയ്ക്കിനി ലഭിക്കത്തില്ല. ഇവർ കഞ്ചാവ് കച്ചവടക്കാരിയായതുകൊണ്ട് അവിടെ ആരും വരാൻ സാധ്യതയില്ല. അങ്ങനെ അവർ പട്ടിണി കൊണ്ട് അവിടെ വിട്ട് ചെന്നൈയിൽ എവിടെ പോയി അവിടെ ഏതോ ഒരു ചെറിയ ജോലിയിൽ അവർ 6 മാസം നിന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് ആ ജോലിയിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്നു. ഇപ്പം കുടുംബിനിയായിട്ട് നിൽക്കുകയാണ്. അവരെ സഹായിക്കാൻ മകളും മരുമകനും മാത്രം ഉണ്ടായി. ഇപ്പോഴേ അന്വേഷണത്തിലാണ് മനസ്സിലാകുന്നത് അവരുടെ മകൻ്റെ ഭാര്യയുടെ അനീതിക്കാണ് നാരായണദാസുമായിട്ട് ബന്ധം. അവർ ബാംഗ്ലൂരിൽ IT ഫീൽഡിലാണെന്ന് തോന്നുന്നു. ആ സ്ത്രീയാണ് ഇവരെ നശിപ്പിച്ചത്. ആ സ്ത്രീ നാരായണദാസും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. നാരായണദാസിൻ്റെ ഹിസ്റ്ററികൾ മോശമാണ് എന്നാണ് വാർത്തകൾ വരുന്നത്. അയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ ഫ്രോഡാണ്, ഏറ്റവും വലിയ ചതിയാണ്. എങ്കിലും അയാളെപ്പോലെയുള്ള ഒരാൾ ആ പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്
ആണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ആ പെൺകുട്ടിയായിട്ട് ഇയാൾക്ക് ഇത്ര ഒരു ബന്ധം? എങ്ങനെയാണ് അവർ തമ്മിൽ ബന്ധം ഉണ്ടായത്? എന്താണ് അവർ തമ്മിലുള്ള ഇടപാടുകൾ? അവർ ഡ്രഗ്സ് കച്ചവടക്കാരാണോ? എന്താണെന്ന് അറിയണം. അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന ACP ഉണ്ട്, അദ്ദേഹം രാജു എന്ന് പറഞ്ഞ ആളാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തതിൽ അഭിനന്ദിക്കുന്നു. കാരണം ഇത് സത്യവും നീതിക്കും വേണ്ടി പടപൊരുതുന്ന ഒരു ഷീല സണ്ണി അവരുടെ ഒപ്പം ACP നിന്നു, അല്ലെങ്കിൽ പോലീസ് നിന്നു. കേരള പോലീസ് സത്യം കണ്ടെത്തി. ഏതായാലും അങ്ങനെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തു. എന്ത് വന്നാലും ശരി, ഈ ആളെ ഇതിനകത്ത് ഉൾപ്പെട്ടവരെ, അവരുമായിട്ട് ബന്ധുക്കളായാലും ശരി, നാരായണദാസിനെയും ആ സ്ത്രീയെയും അതിന് കൂട്ടുനിന്നവരെയും തീർച്ചയായിട്ടും ശിക്ഷിപ്പിക്കാനുള്ള നടപടിയിലേക്ക് പോകണം. ഇവർ ഇതേ രീതിയിലുള്ള വേറെ ഏതെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കണം. നാരായണദാസിൻ്റെ ഹിസ്റ്ററി മുഴുവൻ പോലീസ് പഠിക്കണം. എന്താണ് അയാളുടെ വരുമാന മാർഗം, എന്താണ് അയാളുടെ ജോലി, എന്തുകൊണ്ടാണ് ഈ ലേഡി അല്ലെങ്കിൽ ഈ ബാംഗ്ലൂരിലുള്ള പെൺകുട്ടിയായിട്ട് ഇയാൾക്കുള്ള അടുപ്പം എന്താണ്, ഏത് രീതിയിലാണ് ആ ബന്ധം വളർന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയിപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നാണ് കരുതുന്നത്. ഏതായാലും നീതി വളരെ ലേറ്റാണെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം നീതി നടപ്പായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച സന്തോഷകരമാണ്.